ചക്കി ജനിച്ചിട്ടില്ല. ഞാനപ്പോൾ പ്ലസ് പ്രീ കഴിഞ്ഞു. പിന്നെ മകളുമായിട്ട് അന്ന് ഫ്രണ്ട്സായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് സൂപ്പർ. ഓക്കെ, ഇത് ഞാൻ ആദ്യം തിയേറ്ററിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഫാമിലിയായിട്ട് വന്ന് മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാനായിട്ടുള്ളൊരാഗ്രഹം. ഇപ്പോഴും ലൈവിൽ ഇപ്പോൾ പുതിയ സിനിമ കാണുന്നൊരു ഫീലാണ് ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്, നല്ല സിനിമ കാണാം, ടിക്കറ്റ് എടുത്ത് നല്ല സിനിമ കാണാൻ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫാമിലിയൊക്കെ വരുന്നത്. ഹൗസ്ഫുള്ളാണ് തിയേറ്റർ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, സൗണ്ടിലും ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് പഴയ നല്ല നല്ല ക്ലാസിക് പടങ്ങളല്ലേ പുതുതലമുറയിലുള്ളവർക്ക് ഒരുപാട് കാണാനുള്ള ഇത് വടക്കം വരികാത ഒരു പ്രചോദനമാണ്. ഇനി ഇതേപോലുള്ള ക്ലാസിക് പടങ്ങൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും സക്സസ്സായി പോകുന്നുണ്ട് റിലീസായിട്ട്. അപ്പോൾ ഇനി ഒരുപാട് പടങ്ങൾ ഇനിയും വരും. നല്ലതായിരുന്നു. ഡോൾബി നല്ലതാണ്. സൂപ്പറായിരുന്നു. ഓക്കെ, സൂപ്പറായിരുന്നു. പിന്നെ ഉറപ്പല്ലേ, അടിപൊളി. മമ്മൂട്ടിയുടെ വേർഷൻ വേറെയാണ്. സൂപ്പറായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ടി വിയിലെ കണ്ടു. കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണാനായിട്ട്. നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇല്ല, കൂടുതലൊന്നും പറയില്ല, ഇതൊക്കെ തന്നെ. നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ഫോണിലും ടി വിയിലും ഒക്കെ കണ്ടിട്ട് വലിയ സ്ക്രീനിൽ കണ്ടോ വ്യത്യാസം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കണ്ട സിനിമയാണ്. തിയേറ്ററിൽ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 4K വന്നപ്പോഴത്തേക്കും സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ. തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പഴയ ഫിലിമുണ്ടെങ്കിലും അതിൽ കഥയിൽ പോകുമ്പോഴത്തേക്കും പഴയ സിനിമയാണെന്ന് തോന്നുന്നില്ല. ആ ഫീൽ ഉണ്ടാവില്ല. ലാഗൊന്നുമില്ല, ഒരു ലാഗുമില്ല. സൂപ്പർ സിനിമയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യവും. മമ്മൂട്ടി സൂപ്പർ. നല്ല തന്നെ. സൂപ്പർ. ഒരു 20 വർഷത്തിന് ശേഷം വീണ്ടും വന്നതെന്ന് അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും ഇന്നത്തെ നമ്മുടെ പുതിയ നടീനടന്മാരൊക്കെ ഇത് കാണണം. അന്ന് ഇത്രയും നല്ലൊരു സ്ക്രീനും ഇത്രയും നല്ല അഭിനേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഇത് കാണുന്നത് അതേ ഒരു ഫീൽ, അതിനേക്കാൾ ഇരട്ടി സന്തോഷം അത് കണ്ടപ്പോൾ. സൂപ്പർ പടമാണ്. നല്ലതായിരുന്നു. പുതിയ ഇപ്പോൾ എടുത്തൊക്കെ തോന്നും പഴയ പടമാണ്. നല്ലതാണ്. അതിനെക്കാളും ഡീസൻ്റായിരുന്നു. നല്ലതായിരുന്നു. അത് കണ്ടു. 2-3 പ്രാവശ്യം കണ്ട്. ഇപ്പം ഇത് വന്ന ശേഷം കാണാൻ നല്ല പടം. സൂപ്പറായിരുന്നു. ഇപ്പം ഇപ്പോൾ എടുത്ത പടം പോലെ. വെരി ഗുഡ്. നല്ല എഫക്റ്റ്, നല്ല ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ. നേരത്തെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. കുറച്ചുകൂടി മികച്ചതായിട്ട് ഉണ്ട്. നല്ല സിനിമ. നല്ല പടമാണ്. നന്നായിട്ടുണ്ട്. പുതിയ വേഷം നല്ല ഇതായിട്ടുണ്ട്. പടം കാണുമ്പോൾ നല്ല ത്രില്ലിങ്. അതാ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. സൂപ്പറായിട്ടുണ്ട്. ഇതിഹാസ ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു. എത്രയോ തവണ കണ്ടിരിക്കുന്നു. നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ ഇപ്പോൾ കുറേ കാലമായിട്ട് ടി വിയിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണുമ്പോൾ എന്തോ ക്വാളിറ്റി പടത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പം 4K ചെയ്തതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. 4K ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ വരണം. ഈ കുറച്ച് റിലീസ് കുറച്ച് അഭിപ്രായം ആളില്ലായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. വടക്കൻ വീരഗാഥ എന്തായിരുന്നാലും റിലീസ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് കാണാൻ കിട്ടിയ ഒരു അവസരമാണ്. സൂപ്പറായിരിക്കുന്നു.
ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു എനി- 4K ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഏട്ടാ പറയൂ ഏട്ടാ. നന്നായിട്ടുണ്ട്. വടക്കനീര അടിപൊളി പടം. ഞാൻ എങ്ങനെയുണ്ട് 4K ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയും എല്ലാം നല്ല. ഞാൻ ഇത് നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈം കാണുന്നത്. നല്ല അടിപൊളി അഭിനയമായിരുന്നു. എല്ലാം പഴയ പടത്തിന്റെ ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? നല്ല സിനിമയാണ്. അത് നമുക്ക് ഒരുപാട് കണ്ട സിനിമയല്ല. ടിവിയിലും ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ ഐ മീൻ റീമാസ്റ്റർ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് ആക്ച്വലി. സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് ക്വാളിറ്റി 1-2 സീനിൽ അവർ പോയിട്ടുണ്ട്. പക്ഷേ അത് ത്രൂ ഔട്ട് നല്ലതാണ്. നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അല്ല, ഇത് മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഒന്നതൊന്ന് കാണാൻ ഇപ്പൊ വ്യത്യാസം ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റി ഉണ്ട്.